വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് എ പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് കൂടിയാണ്. കാരണം ഈ വീഡിയോ എടുക്കുന്ന ദിവസം എനിക്ക് അന്ന് പീരിയഡ്സ് ആയിരുന്നു കേട്ടോ. എന്നെക്കൊണ്ടൊരു പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ രാവിലെ തന്നെ പോയി ബ്രഷ് ചെയ്ത് ഫേസ് വാഷൊക്കെ ചെയ്ത് ഇന്നത്തെ കാര്യപരിപാടിയിലേക്ക് കടന്നു കേട്ടോ. മെയിനായിട്ട് എനിക്ക് ഡ്രസ്സ് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഡ്രസ്സൊന്നുമില്ല, 2-3 ഡ്രസ്സ്, അതും പാൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2-3 ദിവസം ഞാൻ കേക്കാട്ട് ഉണങ്ങിയെടുത്ത പാൻറ്റൊക്കെ തന്നെ ഉള്ളൂ. കാരണം ഇപ്പം മടക്കി വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്തൊക്കെ പോകാൻ നേരം ഇങ്ങനെ കിടന്ന് തപ്പിലേക്ക് ആ പാൻറ്റോടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയി പാൻറ്റൊക്കെ മടക്കി വെച്ച് എൻ്റെ അൽമാറി കൊണ്ടുവച്ചിട്ടോ. അത് കഴിഞ്ഞ ശേഷമുള്ളതാണല്ലോ നമ്മളെ ഈ ജനലൊക്കെ തുറന്നിടല്. ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കാറ്റും വെളിച്ചമൊക്കെ കയറുമ്പോഴേ എനിക്കൊരു സുഖമുള്ളൂ കേട്ടോ. ഇങ്ങനെ ജനൽ തുറക്കരുത് എന്നൊക്കെ എനിക്കറിയാം, കാറ്റും പൊടിയൊക്കെ ഉള്ളിലേക്ക് കയറുമെന്ന് പറയുന്നാലും ഞാനങ്ങനെ തുറന്നിടും. എന്ത് ചെയ്യാനല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തേക്കാൻ പോയ എൻ്റെ കമ്മലേനു കേട്ടോ. എൻ്റെ കസിൻ സിസ്റ്റർ ഇന്നലെ വന്നപ്പോൾ ഓളൊരു പരിപാടിക്ക് ഞാൻ കമ്മൽ കൊടുത്തേനു. അങ്ങനെ ഓളുടെ കമ്മൽ തരാൻ വേണ്ടി ഇന്നലെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അതിന് കളഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇയറിംഗ് ഓർഗനൈസറിലെടുത്ത് വെച്ച് ഇതാട്ടോ കമ്മൽ വരുന്നത്. ഞാനിത് മീഷോന്ന് വാങ്ങിയതേനു. ഒരു 136 അങ്ങനെ എന്തിനോ ഒന്ന് വാങ്ങിയതാണ്. ഈ ഓർഗനൈസറും ഞാൻ അതിൽ നിന്ന് തന്നെ വാങ്ങിയതാട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ കൊടുക്കട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഇയറിംഗ് കളക്ഷൻ വരുന്നത്. എനിക്ക് ഇനി ആ പെട്ടി ഫുള്ള് നിറയ്ക്കണം എന്നുണ്ട്, നടക്കുമൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഉള്ളൊരു കാര്യമാണ് പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര ക്രാംസ് ആയിരിക്കും. എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ. ഞാനിങ്ങനെ ചൂടുവെള്ളം ഇങ്ങനെ നിറച്ച് വെക്കും ഒരു ഫ്ലാസ്കിൽ, എന്നിട്ട് വേദന വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കുടിക്കും കേട്ടോ. അപ്പം വേദന ഒരു പരിധി വരെ എന്നെ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. അത്യാവശ്യം നല്ല വേദന ഉള്ളവർ വെള്ളം എടുക്കൽ കൊണ്ട് ആ ടേബിളിൽ കുറച്ചൊക്കെ നിറഞ്ഞിരുന്നു. പിന്നെ അത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് തുടച്ചിട്ട് ആ ടേബിൾ അങ്ങനെ മെസ്സിയായി കിടക്കുന്നത്. എനിക്ക് ഒന്നാമത് വയറുവേദനയൊക്കെ ഉണ്ട് അതിനെക്കൊണ്ടാട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ള വെള്ളം അങ്ങനെ ഇരുന്ന് ഞാൻ കുടിക്കും. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് കുടിക്കാൻ നിന്ന് വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഹെയർ മാസ്ക് ഇട്ടിട്ട് തല കേൾക്കുന്നു കേട്ടോ. അതിനെക്കൊണ്ട് എൻ്റെ മുടി അത്യാവശ്യം നല്ല മാനേജബിളായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ജസ്റ്റ് അതിങ്ങനെ കാട്ടാട്ടോ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിരുന്നു. ഏതേനും മാസ്ക് ഡോവിൻ്റെ ഒരു ഹെയർ മാസ്ക് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇരുന്ന് ഇതാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ പോയി സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന്. എത്ര വയ്യെങ്കിലും ഞാൻ കഴിയുന്ന സ്കിൻ കെയർ ചെയ്യാൻ അങ്ങനെ നോക്കട്ടോ. അങ്ങനെ ഞാൻ സ്കിപ്പ് ചെയ്യലൊന്നുമില്ല. അത്രയും വയ്യ, എണീക്കാൻ കൂടി വയ്യെങ്കിലും മാത്രമേ ഞാൻ സ്കിപ്പ് ചെയ്യാറുള്ളൂ. ഫസ്റ്റ് തന്നെ ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാം തന്നെ യൂസ് ചെയ്തിട്ടാട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിന്ന്. കാരണം എൻ്റെ എൻ്റെ ലിപ്സ് അത്യാവശ്യം നല്ലോണം ഡ്രൈ ആവുന്നുണ്ട്. എന്താ പറയുക, ഞാൻ ഡാസ്ലറിൻ്റെ കൊളാബ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നല്ല രീതിയിൽ ബ്ലാക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു സ്ലീപ്പിംഗ് മാസ്കാണ് യൂസ് ചെയ്യൽ. ഒരു പരിധി വരെ ലിപ്പ് ഇങ്ങനെ പിഗ്മെൻറ്റഡ് ആവാണ്ട് നിൽക്കാൻ ഇതിനെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഹെയർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് ഇമ്പൊക്കെ ഡിസ്റ്റർബൻസ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടോ. ഇങ്ങനെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുമ്പോൾ എനിക്ക് കൂടി ഒരു ഇടങ്ങേറാവും കേട്ടോ. ഞാൻ പിന്നെ പകുതിക്ക് വെച്ച് നിർത്തുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഓരോ സൈക്കോ സ്വഭാവങ്ങളുണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ സെറമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സെറാട്ടോ, നിയാസിനമൈഡ് സെറം. അതങ്ങനെ ഞാൻ നിർത്തില്ല. കാരണം എൻ്റെ ഫോണിൽ ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത്, എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറയ്ക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ശീലമാട്ടോ, റെറ്റിനോൾ ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ആഡ് ചെയ്തിരുന്നു. ഇനി ഞാൻ അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഞാൻ അത് ഉണങ്ങുന്ന വരെ കാത്തു നിന്നിട്ട് ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്ത് ഫേസ് അങ്ങനെ അത് ചെയ്ത് പിന്നെ അതിങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ നിന്ന്. വീട്ടിലിരിക്കുകയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യണമല്ലോ. പിന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനെ ഡോക്ടറെ കാട്ടാനും പോകാണ്ടേനു. പിന്നെ 1-2 ഷോപ്പിങ്ങും ചെയ്യാണ്ടേനു. അപ്പോൾ പിന്നെ പെട്ടെന്ന് എണീറ്റിട്ട് എന്നോട് മാറ്റാനൊക്കെ പറയാം. പിന്നെ ഇനി അപ്പം സ്കിൻ കെയർ ചെയ്യാം, അത് തേച്ചിട്ട് ഉണങ്ങട്ടെ അങ്ങനെ വിചാരിച്ച് കാത്തിക്കാനൊന്നും പറ്റില്ല. പെട്ടെന്ന് ഷഡേപ്പെട്ടെന്ന് പറഞ്ഞെനിക്ക് പോകേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ. അടുക്കളയിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ടേനു, പെട്ടെന്ന് വാ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ നേരം വൈകാണ്ട് വെറുതെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പോയി ഫുഡ് കഴിക്കാൻ നിന്ന് കേട്ടോ. ഇന്നും ബ്രേക്ക്ഫാസ്റ്റ്
എന്താ ദോശയും പിന്നെ ചമ്മന്തിയും പിന്നെ ഒരു തേങ്ങാ ചട്നി അല്ല, ഒരു മുളക് ചമ്മന്തിയോ അങ്ങനത്തെ എന്തോ ഇതിനുണ്ട്, അതൊരു പാക്കറ്റ് ചമ്മന്തിയാണ്. അങ്ങനെ അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനിയ എണീറ്റിന് കേട്ടോ. പിന്നെ ഓനുള്ള ചായയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട് മാറ്റാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വന്ന്. അങ്ങനെ പെട്ടെന്ന് മാറ്റി. ഒന്ന് ഡോക്ടർ കാർഡിനൊക്കെ പോകാണ്ടേനു, പക്ഷേ ഓനോട് പറഞ്ഞ ഡോക്ടർ കാർഡ് ഉണ്ടാകുമ്പോൾ പെർഫ്യൂം വാങ്ങണ്ടോന്, അതിനെക്കൊണ്ട് പെർഫ്യൂമൊക്കെ വാങ്ങിയിട്ടുമ്പൊക്കെ വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ മാറ്റി. പിന്നെ എവിടേക്കാണ് പോയത്, സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ രണ്ടാളും കണ്ടുപിടിച്ചൊരു പുതിയൊരു സ്റ്റുഡിയോ ആണ് പുതിയങ്ങാടി. കോഴിക്കോട് ഉണ്ടായിട്ടും ഞാൻ ഈ പുതിയങ്ങാടി കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് നേരം വൈകിയിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ട് ഞങ്ങൾ ഫൈനലി സ്റ്റുഡിയോ കണ്ടുപിടിച്ചിട്ടോ. ഈ സ്റ്റുഡിയോ 2 ഫ്ലോറുള്ള സ്റ്റുഡിയോ ആണ്. ഞങ്ങൾ ഇതുവരെ കോർണേഷനിലേനു പോവൽ, അവിടെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ മൊത്തം സാധനങ്ങൾ, ലിറ്ററലി മൊത്തം സാധനങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ കണ്ടിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഡ്രസ്സ് കണ്ടെങ്കിൽ തപ്പി തപ്പി നടക്കുമല്ലോ, ഞങ്ങളിങ്ങനെ പരത്തി ഫുള്ള് നടക്കേനു. അപ്പം പിന്നെ എന്നോട് ഇടയ്ക്ക് പറയാം കേട്ടോ, വീഡിയോ എടുക്കാൻ നിൽക്കരുത്, അല്ല വീഡിയോ എടുക്കേണ്ട, ഇന്ന വീഡിയോ ആയിട്ടും വ്ളോഗിൽ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ പെർഫ്യൂമൊക്കെ നോക്കി കിടക്കുന്നു. അപ്പം ഇങ്ങനെ ഓരോ പെർഫ്യൂമും മണത്ത് കിടക്കുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ജലദോഷം പനിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും പെർഫ്യൂം മണക്കുന്നതിന് ഞങ്ങൾ രണ്ടാളും ഒട്ടും ബാക്കോട്ടല്ലാന്ന് കാണിച്ചു തരാം കേട്ടോ അത്. പിന്നെ ആദ്യം ഞങ്ങൾ ഗേൾസ് സെക്ഷനിൽ പോയി നടന്ന് പരത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഓനെ എന്തൊക്കെയോ നോക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഓൻ അവിടെ ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഓരോ മിറേഴ്സ് കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കേനു. പിന്നെ ഞങ്ങൾ അവിടുന്ന് 1-2 സാധനങ്ങളും പിന്നെന്താ പെർഫ്യൂമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ സ്നാപ്പ് ഇട്ടേ പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് പെർഫ്യൂമിൻ്റെ ആ ബോക്സൊക്കെ വാങ്ങി തുറന്ന് ഇങ്ങനെ സ്നാപ്പ് ഇട്ട് കളിക്കുന്നു അവിടുന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഷവർമ ഒക്കെ വാങ്ങാൻ പോയി. ഷവർമ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കോഴിക്കോടുള്ള ഡൈനൗട്ട് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്കാണ് കേട്ടോ പോയത്. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി ഷവർമ കിട്ടും ഇവിടെ. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരലോ ഇവിടുന്ന് തന്നെ കേട്ടോ, ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ വാങ്ങലൊക്കെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിയിട്ട് അതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്നും ഞാൻ കോളേജ് ചെയ്യണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഉപ്പിലിട്ട വാങ്ങാൻ പോകും. അവിടേക്ക് പോയിട്ട് അവിടെ എത്തുമ്പോൾ എനിക്ക് അപ്പം കുടിക്കാൻ തോന്നും, എന്ത് മസാല സോഡ. അങ്ങനെ അത് വാങ്ങിക്കുടിച്ച് ഞങ്ങൾ അവിടെ നേരെ വീട്ടിലേക്ക് പോയിട്ട് തന്നെ ഞങ്ങൾ ഷവർമ കഴിക്കാൻ നിന്ന്. ഞങ്ങൾ പാർസലിന് വാങ്ങിയത് വീട്ടിൽ ആൻറ്റിയും പിന്നെ പാൻറ്റിയും കൂടിയും കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ ഷവർമയും കഴിച്ച് ചായയും കുടിച്ച് ഞങ്ങൾ റെസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോ പോയിട്ട് വാങ്ങിയത് ഇത് 3 കേട്ടോ, ഈ 2 പെർഫ്യൂമും പിന്നെ ഈ ഒരു ക്ലിപ്പും. കുറേ ആയി ഞാൻ വാങ്ങണം വിചാരിക്കുന്നു. എന്തായാലും ഇന്ന് ആ ക്ലിപ്പ് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടോ.